കേരളത്തിൻ്റെ സ്ട്രെങ്സ് വേണം നമ്മൾ ടാപ്പ് ചെയ്യാനായിട്ട്. എല്ലാ ഇൻഡസ്ട്രിയും കേരളത്തിൽ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിങ് കേരളത്തിൽ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ലാൻഡ് അവൈലബിലിറ്റി, ലേബർ അവൈലബിലിറ്റി ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പ്രിസിഷൻ മാനുഫാക്ചറിങ്, ഫോർ എക്സാമ്പിൾ ഫോർ ഡിഫൻസ് സെക്ടർ, ഫോർ IT സെക്ടർ, പിന്നെ IT സർവീസസ്, ടൂറിസം സർവീസസ്, ഇതെല്ലാം കേരളത്തിൻ്റെ സ്ട്രെങ്സ് ആണ്. ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ് ഇൻ കേരള ഇസ് വെരി ഗുഡ്, ഐ വുഡ് സേ, ഫ്രം എ CAI പോയിന്റ് ഓഫ് വ്യൂ. ദർ ഇസ് നത്തിങ് ഹോൾഡിംഗ് ബാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. കേരളത്തിന് എല്ലാ സ്ട്രെങ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. പഴയ അതുപോലത്തെ പണ്ടത്തെ പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഞങ്ങൾ കാണുന്നില്ല. IT ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, പല സെക്ടറിലും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്, വരുന്നുമുണ്ട്. അത് നമ്മൾ കേരളത്തിന് പുറത്ത് നിന്ന് കേരളത്തിലോട്ട് നോക്കിയെങ്കിലേ കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ തീർച്ചയായിട്ടും അറിയുള്ളൂ. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ലിവറേജിങ് ഓൺ ദ സോഫ്റ്റ് പവർ, അത് പ്രത്യേകിച്ച് കേരളത്തിന് ഒരുപാട് സോഫ്റ്റ് പവർ ഉണ്ട്. അത് നമ്മൾ കേരളത്തിൻ്റെ സോഫ്റ്റ് പവർ പ്രൊമോട്ട് ചെയ്യണം. അത് പ്രൊമോട്ട് ചെയ്താൽ കേരളം വിൽ ബി എ വെരി വാല്യുബിൾ ഡെസ്റ്റിനേഷൻ ഫോർ ഇൻവെസ്റ്റേഴ്സ്.